ഹാസ്യം കൊണ്ട് ചോദ്യം ചെയ്യുന്ന ചിത്രവുമായി ഒരു നവാഗത സംവിധായകൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച വിജയം കാണാതെ ചിത്രം തിയേറ്ററുകളിൽ നിന്നും തലകുനിച്ചിറങ്ങുന്നു. ചിത്രം കക്ഷി അമ്മിണിപ്പിള്ള, സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ. ആദ്യ സിനിമയുടെ പരാജയത്തിന് ശേഷമുള്ള 5 വർഷം അയാൾ ഒരുപക്ഷെ സ്വയം പടുത്തെടുക്കാനുള്ള പ്രയത്നത്തിലായിരുന്നിരിക്കാം. എന്തായാലും നീണ്ടകാലത്തെ വിയർപ്പ് കൊണ്ട് അയാൾ തുന്നിയിട്ടത് മലയാള സിനിമയ്ക്ക് ഒരു പൊന്നോണക്കോടിയാണ്. കിഷ്കിന്ധാകാന്ഡം. ഹനുമാനും സുഗ്രീവനും ഒഴികെ സകല വാനരപ്പടയും ഈ നാട്ടിലുണ്ട് എന്ന ഡയലോഗ് ട്രെയിലറിൽ കേൾക്കുമ്പോൾ പോലും വാൽമീകി രാമായണത്തിലെ വാനരപ്പടയെ പരിചയപ്പെടുന്ന ഈ തലക്കെട്ട് എന്തിനായിരുന്നു എന്ന തോന്നലുണ്ടാകും. എന്നാൽ പതിയെ പതിയെ ചിത്രം ചുരുളു നിവർത്തുമ്പോൾ പല പല ബാലി സുഗ്രീവന്മാരെയും രാമലക്ഷ്മണന്മാരെയും കാണാം. മികച്ച തിരക്കഥയും പ്രകടനങ്ങളും പശ്ചാത്തലം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ട സംഗീതവും ഒത്തുചേർന്നാൽ നിലനിൽക്കുന്ന വിജയ ഫോർമാറ്റുകളെ മറികടന്നൊരു സിനിമ സാധ്യമാണെന്ന പ്രതീക്ഷയാണ് കിഷ്കിന്ധാകാന്ഡം നൽകുന്നത്. രാജ്യാന്തര ചിത്രങ്ങളിൽ പോലും അപൂർവമായി കാണുന്ന സാങ്കേതികകളുടെയും അവതരണത്തിന്റെയും ചേരുവ സംവിധായകൻ എവിടെ നിന്നും കണ്ടെത്തിയെന്ന് ആശ്ചര്യം തോന്നും. ഒരിത്തിരി പോലും കഥയിലേക്കോ കഥാപാത്രങ്ങളിലേക്കോ കടന്നാൽ അത് സ്പോയിലർ ആകുമെന്നുള്ളത് കൊണ്ട് അതിന് മുതിരുന്നില്ല. ചിത്രത്തിൽ അത്ഭുതപ്പെടുത്തിയത് വിജയരാഘവൻ എന്ന നടന്റെ തേച്ചുവെനിക്ക് പ്രകടനമാണ്. ആദ്യാന്ത്യം അയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ശരീരപ്രകൃതിയും കഥാപാത്രത്തിന് ഓരോ മുഹൂർത്തത്തിലും ഉണ്ടാകുന്ന മാനസികാവസ്ഥകളിൽ വരുന്ന മാറ്റവും അതിസൂക്ഷ്മമായാണ് പ്രതിഫലിപ്പിച്ചത്. അതിനോടൊപ്പം തന്നെ ആസിഫ് അലിയും അപർണ ബാലമുരളിയും ജഗദീഷും നാച്ചുറലായി നിന്നു. തെരഞ്ഞെടുപ്പുകളിൽ പാളിപ്പോകുന്ന നടനാണ് ആസിഫ് എന്നത് നിരന്തരം അയാൾ കേൾക്കുന്ന പഴിയാണ്. എന്നാൽ അത് തിരുത്തും വിധം കൃത്യമാണ് കിഷ്കിന്ധാകാന്ഡം. ഭാര്യ മരണപ്പെട്ട കാണാതായ തന്റെ മകന്റെ മരണ വാർത്തകളോട് പൊരുത്തപ്പെടേണ്ടി വരുന്ന കണിശക്കാരനായ അച്ഛന്റെ വാക്കുകൾക്കുള്ളിൽ ലോകത്തെ കുരുക്കിയിടുന്ന അജയചന്ദ്രന് അയാളുടെ നിർജീവമായ കണ്ണുകൾ പകരുന്ന ഭാവഭേദങ്ങൾ പ്രേക്ഷകരെ ചിത്രത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ചിത്രത്തിന്റെ മറ്റൊരു ഹൈ പോയിന്റ് പശ്ചാത്തല സംഗീതമാണ്. ഗ്രേസ് വില്ല, തിങ്കളാഴ്ച നിശ്ചയം, മന്ദാരം തുടങ്ങിയ ചിത്രങ്ങളുടെ പശ്ചാത്തല സംഗീതം ഒരുക്കിയ മുജീബ് മജീദാണ് കിഷ്കിന്ധാകാന്ഡത്തിന്റെയും സംഗീതം ഒരുക്കിയത്. ഓരോ രംഗത്തെയും ഇന്റൻസിഫൈ ചെയ്യാനും പല തരത്തിലുള്ള കൺഫ്യൂഷൻസ് പ്രേക്ഷകരിൽ സൃഷ്ടിക്കാനും സാധിക്കുന്ന ട്രിക്കി രീതിയാണ് മുജീബ് സ്വീകരിച്ചിരിക്കുന്നത്. ബാഹുലിന്റെ തിരക്കഥ തന്നെയാണ് ചിത്രത്തിന്റെ വിജയമെന്നും പറയാം. കഥാപാത്രങ്ങളെയും പരിസരത്തെയും ചുരുങ്ങിയ സമയം കൊണ്ട് പരിചയപ്പെടുത്തുന്നതോടൊപ്പം കൃത്യമായ ഇടവേളകളിൽ ഉയർച്ച താഴ്ചകൾ ഒരുക്കാനും കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. മനോഹരമായ കഥ എഴുതുന്നതോടൊപ്പം തന്നെ അതിന് നൽകേണ്ട സുന്ദരമായ ഫ്രെയിമുകൾ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് ബാഹുൽ. ഇവിടെയുള്ള മനുഷ്യരെ ചേർത്ത് നിർത്തുന്നത് മൊറാലിറ്റി അല്ല, കൺസേൺ ആണെന്ന അവസാന വാചകം സിനിമയുടെ അടിയൊഴുക്ക് അളക്കുന്നതാണ്. ആർക്കറിയാമെന്ന സിനിമയുടെ കോൺഫ്ലിക്റ്റുകളോ ദൃശ്യത്തിന്റെ മൊറാലിറ്റിയോ നമുക്ക് തരുന്ന ഒരു കിക്കാണ് കിഷ്കിന്ധാകാന്ഡത്തിനും നൽകാനാവുന്നത്. മലയാള സിനിമയ്ക്ക് ലോക സിനിമയിലേക്ക് ചേർത്ത് വെക്കാൻ കെൽപ്പുള്ള കരമാണത്, ഒരത്ഭുതമാണത്.